Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ഷവർമയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ട കുബൂസും ഷവർമ സോസൊക്കെ തയ്യാറാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ഷവർമ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷവർമക്ക് വേണ്ട കുബൂസിന് വേണ്ട മാവ് റെഡിയാക്കി വെക്കാം. മാവ് കുഴച്ചെടുത്തിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറാവും അതൊന്ന് പൊങ്ങി വരാൻ. അപ്പോൾ ഈ മാവൊന്ന് പൊങ്ങി വരാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട ചിക്കനും വെജിറ്റബിൾസും ഒക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരണം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അധികം ചൂടുള്ള വെള്ളം എടുക്കരുത്, ചെറുതായിട്ടൊരു ചൂട് മതി വെള്ളത്തിന്. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായി വരില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഈസ്റ്റ് പൊങ്ങി വരും. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഈ വെള്ളം ഒന്ന് ചേർത്തിട്ട് കുഴച്ച് നോക്കിയിട്ട് പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8-10 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടോ ഓയിൽ തടവി കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം ഇതിന് കവർ ചെയ്ത് വെക്കാം. കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ ഒരു മൂടി വെച്ചിട്ട് മൂടി കൊടുത്താലും മതി. ഇനി ഇതൊരു 1.5-2 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങിയിട്ട് ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വരും. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് പൊങ്ങി വരും. കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി സമയം വേണ്ടി വരും പൊങ്ങി വരാൻ. അപ്പോൾ ഈ മാവൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ ഇതിൽ തീരെ വെള്ളമൊന്നും ഉണ്ടാവരുത്. കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയ ശേഷം വേണം എടുക്കാൻ. എന്നാലും ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നല്ല ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഹാർഡായി പോകരുത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമയിലേക്ക് വേണ്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷവർമ സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം.
ഈ വെളുത്ത എള്ള അല്ലെങ്കിൽ നമുക്ക് തഹീനി സോസ് എടുത്താലും മതി. ഇനി ഈ എള്ള് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു മണം വരും. പിന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറാനും തുടങ്ങും. അപ്പോൾ ചെറുതായി ഒന്ന് കളർ മാറാൻ തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഈ ചൂടുള്ള പാത്രത്തിലിരുന്നിട്ട് ഇത് കരിഞ്ഞു പോകും. എന്നിട്ടിത് ചൂടാറി വന്ന ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. പാലിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്താലും മതി. ഇപ്പോൾ ഞാനിതൊന്നും കൂടി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീരെടുത്താലും മതി. ഇതിപ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സോസ് തയ്യാറാക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തഹീനി സോസും പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ മയണൈസും ഒരു 2 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഷവർമയിലേക്ക് വേണ്ട സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുക്കുംബർ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ ഉള്ളിലുള്ള കുരുവും പൾപ്പൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ലെറ്റ്യൂസ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ അളവും കട്ട് ചെയ്തെടുക്കുന്ന വലിപ്പമൊക്കെ നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോഴും വെജിറ്റബിൾസിൻ്റെ അളവിലും വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഷവർമ സോസിനും ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്ത ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുബൂസ് തയ്യാറാക്കാം. നമ്മൾ ഷവർമക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറൊക്കെ മാറ്റിയ ശേഷം ഇത് ചെറുതായിട്ടൊന്നും കൂടി കുഴച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കുബൂസ് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാവ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നല്ല സ്മൂത്തായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി മടക്കി വെച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബോളാക്കിയെടുക്കാം. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനും എളുപ്പമായിരിക്കും. ഞാൻ ഈ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ട് കാറ്റൊന്നും തട്ടാതെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി പൊങ്ങി വരും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്താനെടുക്കുന്ന ഓരോരോ ബോൾസ് മാത്രം പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ആദ്യത്തെ പോലെ തന്നെ കാറ്റ് തട്ടാതെ കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പലകയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന അത്രയും കട്ടി ഓർക്കണ്ട കേട്ടോ, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മളിത് പരത്തിയെടുത്തിട്ടും ഒരു 15 മിനിറ്റും കൂടി എന്തെങ്കിലും ഒരു തുണിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനുശേഷം വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. ഇപ്പം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തെല്ലാം ഞാൻ ഒരു തുണി വെച്ചിട്ട് കാറ്റൊന്നും തട്ടാതെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച ശേഷം പിന്നെ അത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കുമ്പളകൾ വന്നു തുടങ്ങിയാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പൊള്ളി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുബൂസ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാ കുബൂസും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ള എല്ലാ കുബൂസും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതാണ്, പിന്നെ സാൻഡ്വിച്ചും ഷവർമൊക്കെ തയ്യാറാക്കാനും നല്ലതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷവർമക്ക് ആവശ്യമായിട്ടുള്ള കുബൂസും പിന്നെ ചിക്കനും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ്ങും പിന്നെ ഷവർമ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ സോസിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഷവർമ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുബൂസ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. കുബൂസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി. 3/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു പോക്കറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഷവർമ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് നമുക്ക് എത്രത്തോളമാണ് ഇതിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും സോസൊക്കെ ചേർത്തുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും കുക്കുമ്പറും പച്ചമുളകും ഒക്കെ പിക്കിളാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കുക്കുമ്പറും പച്ചമുളകും ഒക്കെ ഒരു 2 ദിവസം ഉപ്പും വിനാഗിരിയും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിക്കിളായിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. 2 പീസ് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് അധികം റോൾ ചെയ്യുന്നൊന്നുമില്ല. ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം 2 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുത്ത് കഴിക്കുമ്പോഴും ഫില്ലിംഗ് ഒന്നും താഴെ പോവില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാതും ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാ ഷവർമയും ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഷവർമ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.